ഹായ്, ഞാൻ പ്രസാദ് കരിശ്ശേരി. എൻ്റെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ളോഗ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ലതേച്ചിയുടെ പൂച്ചെടികളെക്കുറിച്ചാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്ത് ലതേച്ചി വീട്ടിൽ വെറുതെ ഇരിക്കാണ്ട് ഒരുപാട് പൂക്കളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്തുകയും അത് എങ്ങനെ ഒരു ബിസിനസ് എന്ന രീതിയിൽ പ്രാവർത്തികമാക്കാം എന്നുള്ള ഒരു പരീക്ഷണത്തിൽ വിജയം നേടിയ ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മയുടെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ടെട്രർ വൈൻ അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ ഇന്ന് ഈ വീട്ടിൽ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെടികളെ പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ നമുക്ക് അധികം സംസാരിച്ച സമയം കളയുന്നില്ല, ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാര്യം ഞാൻ മുൻകൂട്ടി പറഞ്ഞോട്ടെ, ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. അപ്പോൾ നമ്മൾ ലതേച്ചിയുടെ വീടിൻ്റെ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുന്നത് ഓർക്കിഡുകളെയാണ്. ഈ ലതേച്ചിയുടെ ഈ ഒരു സംരംഭത്തിൽ നിന്ന് ഏറ്റവും അധികം വിറ്റുപോകുന്ന ഒരു ചെടിയാണ് ഓർക്കിഡ്. വളരെ നല്ല വെറൈറ്റികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ ഉള്ളതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഓർക്കിഡിൻ്റെ അതിൻ്റെ ചട്ടിയിലുള്ള വളങ്ങൾ ഇട്ടിട്ടുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൽ പോട്ടിംഗ് മിശ്രിതം ഉള്ളത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ ലതേച്ചിയെ പരിചയപ്പെടുത്താം. ഞാൻ എൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ലതേച്ചിയുടെ വീട്ടിലാണ് ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതെന്ന്. എൻ്റെ നൈബറാണ്. അപ്പോൾ ലതേച്ചി വളരെ എന്താ പറയുക, വളരെ ആക്റ്റീവായിട്ടാണ് ഈ പൂക്കൃഷിയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ലതേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഇവിടെ വളവിൽ ശിവ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയാണ്. എൻ്റെ അടുത്ത് ചെറിയൊരു ബിസിനസ്, ഒരു ചെടിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇപ്പോൾ ചെറിയൊരു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചെല്ലാം ടട്ടിൽ വൈൻ ഉണ്ട്, അങ്ങനെ കുറച്ച് ചെടിയെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ ലതേച്ചി ആദ്യം തന്നെ പുതിയൊരു തരം ചെടി ഞാൻ യൂട്യൂബിലൊന്നും നോക്കിയിട്ട് എനിക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ചെടിയുടെ വിശേഷങ്ങളൊന്ന് പറഞ്ഞാൽ ലതേച്ചി. ചെടി ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതിനധികം വെള്ളം വേണ്ട. ഇതിന്റെ കിഴങ്ങുന്നാണ് അതിന്റെ ഇത് നടാൻ നമ്മൾ കിഴങ്ങ് ഉപയോഗിക്കുന്നത്. ഇത് എത്ര മാസം കൊണ്ട് നല്ല ഒരു മാസമായിട്ടുള്ളൂ ഞാൻ നട്ടിട്ട്. ഒരു മാസം അപ്പോഴെന്നെ നല്ല ചാണകപ്പൊടി, കുറച്ച് കൊക്കോപീറ്റും
ഇതെല്ലാം ഇട്ട് നട്ടതാണ്. മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ കൊക്കോപിറ്റ് ഇവയൊക്കെ പിന്നെ അധികം വെള്ളത്തിന്റെ ആവശ്യം 1:1 മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചെടി നടുന്നത്. ഇതിൻ്റെ കിഴങ്ങാണ് പിന്നെ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ ആ കിഴങ്ങ് പൊട്ടിത്തെഴുത്ത് വരും. ഇതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് പിന്നെ നിങ്ങൾ വിൽക്കാൻ തുടങ്ങി? ഇല്ല, ഇത് ഫസ്റ്റ് 2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് കുറച്ച് ഡാർക്ക് കളർ ഒന്ന്. ഡാർക്ക് അല്ലേ? മെറൂൺ ഡാർക്ക് ആയിട്ടാണുള്ള ചെടിയാണ് മറ്റേ വെറൈറ്റിയിലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ചെടി എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ സാധാരണ കാണുന്ന ഗുലാമി എന്ന് നമ്മൾ പറയുന്ന ഗുലാമി. നമ്മളെടുത്ത് വേറൊരു കളറ് 2-3 കളർ കാണുന്നുണ്ട്. ഇതൊരു 4 കളറുണ്ട്. ഇത് കുറച്ചുകൂടി ചുവപ്പ് കുറ്റിയായി നിൽക്കുന്നത്, ഇങ്ങനെ പടർന്നു വരുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഇതിന് നമ്മൾ പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ PVC പൈപ്പാണ്. വേസ്റ്റ് പൈപ്പ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇതാക്കി അതിൽ പിന്നെ മണ്ണും അതുപോലെ തന്നെ കൊക്കോപിറ്റ്, ചാണകപ്പൊടിയൊക്കെ ഇട്ട് നട്ടതാണ്. അപ്പോൾ ലതേച്ചി, ഈ ഒരു പുഷ്പിച്ച് നിൽക്കുന്ന ഈ പ്ലാന്റിന്റെ പേര്, അതുപോലെ തന്നെ ഇതിന്റെ വളപ്രയോഗങ്ങൾ, ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം നമുക്ക് വ്യൂവേഴ്സിന്. പ്ലാന്റ് ആണ് അക്കാലിഫ. ഇത് നമ്മൾ മുമ്പ് കാണുന്ന വലിയ വാല് അടിപ്പൂവിന്റെ മിനിയേച്ചർ ടൈപ്പാണ്. മിനിയേച്ചർ, ഓക്കെ. അപ്പൊ ഇതിന്റെ പിന്നെ വളപ്രയോഗം എന്ന് പറഞ്ഞാല് ചാണകപ്പൊടിയും കൊക്കോപീറ്റും മണ്ണും എല്ലുപൊടിയും മിക്സ് ആക്കിയിട്ട്. അതെ. ഇത് എത്ര മാസമായി ചെടി? ഒരു 3 മാസമായി കാണും. ഇത് ഈ പുഷ്പിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഇതില് കൊണ്ടുവരുമ്പോഴേ ചെറിയ പുഷ്പം ഉണ്ടായിരുന്നു, ഇപ്പൊ വലുതായി വരുന്നുണ്ട്. അതെ അല്ലേ? ഇതിന് മുകളിൽ ഈ കാണുന്ന ചെടി പർപ്പിൾ ടർട്ടിൽ വൈൻ. പോലെ ആയി നിൽക്കും. ഒരു ഫുട്ബോൾ ഷേപ്പ് ഉണ്ട് ഇതിന് ശരിക്കും. ഓക്കെ. ഇത് പിന്നെ എവർഗ്രീൻ ടർട്ടിൽ വൈൻ. ഇതിപ്പോ ധാരാളം എങ്ങനെ പ്രൊപ്പഗേറ്റ് എല്ലാം എളുപ്പമാണ്, വളരെ ഒരു ആഴ്ച കഴിയുമ്പോൾ അത് നമ്മ നട്ടു വെച്ചാൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കാൻ തുടങ്ങും. ഇതൊരു 3 മാസം പ്രായമായ ചെടി. അതെ അല്ലേ? ഇനിയിപ്പോ ഇത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും റീപ്ലാന്റ് അല്ല, പുതിയതായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന കട്ടാക്കാം. വീണ്ടും ചാണകപ്പൊടി, മണ്ണ് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട്. ശരിക്കും ഈ ടർട്ടിൽ വൈൻ നടുന്ന ഒരു വീഡിയോ കൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത ചെടിയിലേക്ക് നമുക്ക് പോവാം. ലതേജി, ഇവിടെ ഒരുപാട് ടർട്ടിൽ വൈൻ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വിൽപ്പനയ്ക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണോ? അപ്പൊ ഇത് എത്ര പിന്നെ മാസം പ്രായമുള്ള ചെടികളാണ്? 1 മാസത്തിന്റെ അടുത്തായി. അപ്പോൾ പിന്നെ ലതേച്ചി പറഞ്ഞ പോലെ തന്നെ, ഞാൻ പിന്നെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ, ലതേച്ചി ചെറിയൊരു പിന്നെ ഈ ചെടികളെല്ലാം തന്നെ വിൽപ്പനയ്ക്കും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയ വിലയിൽ, ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ലതേച്ചിയുടെ അടുത്തുനിന്ന് പൂക്കൾ, ലതേച്ചി ഇങ്ങോട്ട് നോക്കി, പൂക്കൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലതേച്ചിയുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോൻ്റെ താഴെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ലതേച്ചിയെ വിളിച്ചു കഴിഞ്ഞെങ്കിൽ ഈ ചെറിയ ഒരു വിലയ്ക്ക് ലതേച്ചിയുടെ അടുത്തുനിന്ന് ചെടികൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ലതേച്ചി, ഇതിന്റെ പ്ലാന്റുകൾ ചേച്ചിക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, ചെറിയൊരു കഷ്ണം കൊണ്ടുവന്നു, അതിനെ ചാണം വെള്ളം ഒഴിച്ച് വലുതാക്കി, പിന്നെ കുറെ ചെടിയായി അതിൽ. അതെ അല്ലേ? അപ്പോൾ ലതേച്ചി പറയുന്നതെന്ന് വെച്ചാൽ, ലതേച്ചിയുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ് ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. കുറച്ച് തൈകളാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അത് ലതേച്ചി വെള്ളവും കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത്ര അധികം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ലതേച്ചി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോക്ക്ഡൗണിന്റെ സമയത്ത് സാധാരണ എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ലതേച്ചി അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുകയാണ്. ലതേച്ചി പിന്നെ ചെറിയൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ചെറിയ ചെടികൾ കൊണ്ടുവന്ന്, കുറച്ച് ചെടികൾ കൊണ്ടുവന്ന് ഒരുപാട് ചെടികൾ ഉണ്ടാക്കി ഇപ്പോൾ അതൊരു ബിസിനസ് എന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുകയാണ് ഈ വീട്ടമ്മ. അപ്പോൾ നമുക്ക് അടുത്ത ചെടികളിലേക്ക് പോവാം. ഇതിൻ്റെ താഴെയൊക്കെ പലതരം ചെടികളുണ്ട്, അതും കൂടി നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ലതേച്ചി, ഇതിൻ്റെയൊക്കെ ഒരു പേരറിയാമെങ്കിൽ നിങ്ങൾക്ക്? ഇത് മരാത്യ പ്ലാന്റ് ആണ്. കലേഡി എന്ന് പറയും, മരാത്യ എന്ന് പറയും. ഇതിലെല്ലാം
വെറൈറ്റിയാണ് ഇതെല്ലാം. അതെ അല്ലേ. അതിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു പിന്നെ വിഗോണിയയുടെ 2 കളറാണ് ഇത്. വിഗോണിയയുടെ ഒരു 5 വെറൈറ്റി ഇവിടെ ഉണ്ട്. 2 കളർ ഇത് വിഗോണിയയുടെ. ഇത് സിങ്കോണിയയുടെ ഒരു വെറൈറ്റിയാണ്. സിങ്കോണിയ. ഇത് വിഗോണിയ. ഇത് വർട്ടിക്കൽ ഗാർഡൻ ആക്കേണ്ട ചെടി. ഈ ചെടിയുടെ വർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കാൻ എളുപ്പമാണ്. നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുന്നതിന് പെട്ടെന്ന് പിടിച്ചു വരും. അപ്പോൾ ചേച്ചി ഇതിപ്പോ ആമ്പലാന്ന് തോന്നുന്നു. അപ്പോൾ ഇതിന്റെ വെറൈറ്റികൾ വേറെ, ഇത് ഏതാണ്? ഇതിന്റെ വെറൈറ്റി ഉണ്ട്. പിങ്ക് കളറ്, ഇത് വയലറ്റ്, വൈറ്റ്. ഇതിന്റെ വിത്തും കണ്ടയും നടാം നമുക്ക്. അതെ അല്ലേ. ഇത് നിങ്ങൾ പിന്നെ ഇത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ കിഴങ്ങുണ്ട്, വിത്തുണ്ട്. അതെ അല്ലേ. ഇതിന്റെ റേറ്റ് കാര്യങ്ങള് പാർട്ടിയോട് നേരിട്ട് തന്നെ പറയുന്നതായിരിക്കും നല്ലത്. നമ്മൾ അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോ കണ്ട് വരുന്നത് എന്ന് പറഞ്ഞെങ്കിൽ കുറേ കൂടി അഡ്ജസ്റ്റ് ആയിട്ട് ചെയ്തു തരും. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല. ഇതിൻ്റെ ഒരുപാട് ലെങ്ത് കൂടുമ്പോൾ ആൾക്കാർക്ക് കാണുന്നത് ഒരു മുഷിപ്പ് തോന്നും എന്നുള്ള നിലയിൽ ഒരു 10 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളായി ഒരു 3 ഘട്ടമായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ ഇടതുവശത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടാൻ അത് പ്രയോജനപ്പെടും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പിന്നെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. Like a bird on a tree, I'm just sitting here. I got time, it's clear to see. From up here, the world seems small. We can sit together, it's so beautiful. You and me, we meant to be.